തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബി.ജെ.പിയിലെത്തിയ പ്രമുഖരായ നേതാക്കളായിരുന്നു പത്മജ വേണുഗോപാൽ, പി.സി. ജോർജ് മകൻ ഷോൺ ജോർജ് എന്നിവർ. പക്ഷേ ഇവർക്കാർക്കും തന്നെ സ്ഥാനമാനങ്ങളൊന്നും ബി.ജെ.പി ഇതുവരെ നൽകിയിരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കുമെന്നൊരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് സംഭവിക്കുകയുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത, തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിൽ ഉടൻ പത്മജ വേണുഗോപാൽ ഛത്തീസ്ഗഡിന്റെ ഗവർണറായി സ്ഥാനമേൽക്കും എന്നൊരു വാർത്തയാണ്. ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിൽ പോലും അനൌദ്യോഗികമായി ബി.ജെ.പി നേതാക്കൾ അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. നിലവിൽ ഛത്തീസ്ഗഡിന്റെ ഗവർണർ ബിശ്ഭൂഷൺ ഹരിചന്ദാണ്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം സ്ഥാനമൊഴിയാൻ കാത്തിരിക്കുന്നു. അതായത് ഈ റിസൾട്ട് വന്ന ഉടനെ അദ്ദേഹം സ്ഥാനമാനങ്ങൾ ഒഴിയും. ആ പദവിയിലേക്ക് പത്മജ വേണുഗോപാൽ എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പത്മജ വേണുഗോപാലിന്റെ ഒരു പ്രതികരണം ഇത്തരത്തിലാണ്: ബി.ജെ.പി തനിക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. തന്റെ പഴയ പാർട്ടി പോലെ ചവിട്ടും കുത്തും ഈ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നും ഉറപ്പുണ്ട്. പത്മജ വേണുഗോപാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് കൊടുത്ത വാഗ്ദാനം നല്ലൊരു സീറ്റ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നല്ലൊരു സീറ്റ്, അതല്ലെങ്കിൽ ഒരു ഉന്നത പദവി എന്നുള്ളതായിരുന്നു. പക്ഷേ സീറ്റ് എടുത്തില്ല. കാരണം തെരഞ്ഞെടുപ്പിനോട് വളരെ അടുത്ത് വരുന്നൊരു സമയത്താണ് പത്മജ വേണുഗോപാൽ പാർട്ടിയിൽ എത്തുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ സീറ്റിലേക്ക് എത്താഞ്ഞത്. ഏതായാലും പാർട്ടിയിലേക്ക് എത്തുന്ന ഉന്നതരായ നേതാക്കൾക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകുമെന്നൊരു സൂചന കൂടി ബി.ജെ.പി ഇത്തരത്തിൽ നൽകുന്നു. ഏതായാലും ഇപ്പോൾ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്തയും ഇതുതന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.